നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ. അത് ഒരാളിരുന്ന് നമ്മുടെ പ്രോഗ്രാം കാണുമ്പോഴും ഇന്നിപ്പം 10,000 കാണുമ്പോഴും ഞങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടിയാണ് ഞങ്ങൾ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവും. ലാലേട്ടനെ കണ്ടപ്പോ പാട്ട് തന്നെയാണ് ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് വന്ദേ മുകുന്ദ വരെ സ്റ്റാർട്ട് ചെയ്തത്. തുടി ശൂലബാണേ ശൂലബാണി മഹാത്രിശൂലം. എല്ലാവരും ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ആണെന്ന് ഞങ്ങൾ എവിടെയും ഞങ്ങൾ പോയി ക്ലെയിം ചെയ്യുന്നില്ല. ഞങ്ങളാണ് വി ആർ ദി ബെസ്റ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പൊ പറഞ്ഞ എക്സാമ്പിൾസ് അല്ലേ, ഇപ്പൊ കുറെ ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. സോ വി ആർ ആക്ച്വലി സിംഗിങ് ഫോർ ദം. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവർ പറയുന്നവർ ലക്ഷ്യം ഒന്നാണ്. ക്രൂരനിഷാദ ശരം കൊണ്ടു നീരുമി നെഞ്ചിലെന്നാത്മപ്രണാമം. പുതിയൊരു എക്സ്പെരിമെന്റ് കൊണ്ടുവരാനുള്ള മുൻകാലങ്ങളിൽ അത് വെറ്ററൻസ് ആയിട്ട് നിന്നിരുന്ന ആളുകൾ പറയും ഇതൊക്കെയാണോ പാട്ട്, ഇങ്ങനെയാണോ പാട്ട്, അങ്ങനത്തെ രീതിയിലുള്ള ക്രിയാത്മകമായ വിമർശനങ്ങൾ ഫിലിം സോങ്സിന്റെ കാര്യത്തിലുണ്ടാകും. നിങ്ങൾ ഭജൻസിന്റെ കോണ്ടെക്സ്റ്റിൽ ഒരു ഭാവത്വം അതിനുവേണ്ടി അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, ഭജൻസിന്റെ കോണ്ടെക്സ്റ്റിലെ എക്സ്പേർട്സ് ആയിട്ടുള്ള വെറ്ററൻസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നിങ്ങളുടെ ഈ എക്സ്പെരിമെന്റിനെ വിമർശനാത്മകമായി നമുക്ക് കണ്ടിട്ടുണ്ടോ അങ്ങനത്തെ സാഹചര്യം? യെസ് ഉണ്ട്, കണ്ടിട്ടുണ്ട്. ഞാനങ്ങനെ ആൾക്കാർ ഞങ്ങൾ റീസെൻ്റായിട്ടും പല ആൾക്കാരൊക്കെ ഷെയർ ചെയ്തത് എനിക്ക് പല ആൾക്കാർ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട് അങ്ങനെയുള്ള. പക്ഷെ അതിനൊക്കെ ഞങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയാം, ബാക്കിയുള്ളവരുടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിപ്പം ഒരു ആർട്ട് നമ്മളിപ്പം പ്രധാനപ്പെട്ട രീതി സമ്പ്രദായ ഭജന, ഡെഫിനറ്റ്ലി ത്രിമൂർത്തികളുണ്ട്, സദ്ഗുരു സ്വാമികളും എല്ലാവരും ക്രിയേറ്റ് ചെയ്തൊരു ഫോമുണ്ട്. പക്ഷേ ഇതെല്ലാവരും തിങ്ക് ചെയ്യേണ്ട കാര്യം, ഇതെല്ലാവരും മനുഷ്യന്മാർ തന്നെ ഉണ്ടാക്കിയതാണ്. അല്ലാതെ ദൈവം ഡയറക്റ്റ് വന്നിട്ട് ഇത് ഉണ്ടാക്കിയൊരു ചിട്ടകളൊന്നും അല്ല ആരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിട്ടകൾ എന്നുള്ള സാധനം നമ്മൾ എല്ലാ കാലഘട്ടത്തിലും ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചിട്ടയും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ഒന്നും പെർഫെക്ഷനുള്ള കാര്യങ്ങളല്ല. അപ്പം ഒരു കാലം മാറുന്നതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ചേഞ്ചസ് ഉണ്ടാവും. അപ്പം ഈ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള ആ സമയത്ത് പറഞ്ഞ പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ AI വന്നുകൊണ്ടിരിക്കുക, നമ്മൾ AI യൂസ് ചെയ്യല് എന്ന് പറയുന്ന രീതിയിലുള്ള ക്രിറ്റിസിസമാണ് ഇതെന്ന രീതിയിൽ ഞങ്ങളിതെല്ലാം തിങ്ക് ചെയ്യുന്നുള്ളൂ. മനുഷ്യന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് ഫോമിലാണെന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി 90% അല്ലെങ്കിൽ 80% ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റും. ബാക്കി 20% ആൾക്കാർക്ക് ഇഷ്ടമില്ലായിരിക്കാം. അത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. അതിന് ഞങ്ങൾ അവർക്ക് ഇഷ്ടമില്ലാത്ത ഫോം ഓഫ് മ്യൂസിക്കാണ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ സമ്മതിക്കുന്നു. ദാറ്റ്സ് ഫൈൻ. പക്ഷേ ഞങ്ങൾ ബാക്കിയുള്ള 80% അല്ലെങ്കിൽ 90% ആൾക്കാർക്ക് വേണ്ടി പാടിക്കോളാം. അപ്പം അത് ഞങ്ങൾ ചിലപ്പോൾ അവരുടെ അത്രയും കർണാട്ടിക് വിദഗ്ധരല്ലായിരിക്കാം, അക്സെപ്റ്റ് ചെയ്യുന്നു. ഞങ്ങളെല്ലാവരും ബെസ്റ്റ് മ്യൂസീഷ്യൻസ് ആണെന്നും ഞങ്ങൾ എവിടെയും ഞങ്ങൾ പോയി ക്ലെയിം ചെയ്യുന്നില്ല. ഞങ്ങളാണ് വി ആർ ദി ബെസ്റ്റ് എന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾസ് അല്ലേ, ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഞങ്ങളെ കൊണ്ട് സമാധാനം കിട്ടുന്നുണ്ട്. അപ്പോൾ അവർ ഹാപ്പിയാണ്. സോ വി ആർ ആക്ച്വലി സിംഗിങ് ഫോർ ദം. നമുക്കപ്പോൾ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവർ പറയുന്നവർ ലക്ഷ്യം ഒന്നാണ്. അതെ. അപ്പോൾ അത് മ്യൂസിക്കലി കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ഒരു എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ? ഓഫ് കോഴ്സ്. ഇപ്പം നമുക്ക് സമയമില്ലാത്തതിൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ ഓരോ ആൾക്കാരും ഞങ്ങൾ ഇതിൻ്റെ അകത്ത് റിസൈൻ ചെയ്യുക അല്ലെങ്കിൽ ലോങ് ലീവ്സ് ഒക്കെ എടുക്കുന്നത് ഞങ്ങൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യണം. ഞങ്ങൾ ട്രെയിനിങ്സ്, ഞങ്ങളുടെ തന്നെ വോക്കൽ ട്രെയിനിങ്ങും വോക്കോളജിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടെക്നിക്സ് കുറച്ചുകൂടെ കൂടുതൽ പഠിക്കണം എന്നുള്ള ആഗ്രഹം എല്ലാം ഞങ്ങൾക്ക് ഫ്രണ്ടിലേക്കുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഞങ്ങൾ പ്രോഗ്രാംസ് എണ്ണം കുറയ്ക്കാൻ പോവാണ്. എണ്ണം കുറയ്ക്കുന്നത് ഞങ്ങൾക്ക് പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പുതിയ പാട്ടുകളുടെ പുതിയ പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പ്ലാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും കൂടുതൽ കണ്ടൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഇനി അത് ചെയ്യുന്നത്. കാര്യം എല്ലാ കാലവും നമ്മൾ പ്രോഗ്രാംസ് മാത്രം ചെയ്തുകൊണ്ട് സസ്റ്റൈനബിൾ അല്ലല്ലോ അത്. ഇന്നലെ നിങ്ങളുടെ വീഡിയോയുടെ താഴെ വരുന്ന കമന്റ്സ് ജസ്റ്റ് ഇങ്ങനെ നോക്കുകയായിരുന്നു. അപ്പോൾ അതിലൊരു കമന്റ് ഇതായിരുന്നു, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു പോയവർ എന്നുള്ളൊരു രീതിയിലൊരു കമന്റ് ഉണ്ട്. അതായത് മ്യൂസിക്കലി ക്വാളിഫൈഡ് അല്ല, പക്ഷേ സോഷ്യൽ മീഡിയ രക്ഷിച്ച്. അപ്പോൾ അതിൽ നിന്ന് ആ ഒരു ക്രിറ്റിസിസത്തെ കൂടി ഓവർകം ചെയ്യാന്നുള്ളൊരു പോസിബിലിറ്റി നിങ്ങളുടെ മുന്നിലുണ്ട്. അല്ല, ഈ സോഷ്യൽ മീഡിയ എല്ലാവർക്കും ഈക്വലി അവൈലബിൾ അല്ലേ? ഈ പറയുന്ന ആൾക്കാർക്കും പാടിയിട്ട് പെർഫോം ചെയ്ത് അത് ഞാൻ ഒരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്തില്ല. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് മ്യൂസിക് ഈസ് നോട്ട് ജസ്റ്റ് ഓൺലി അബൌട്ട് നമ്മുടെ കഴിവ് മാത്രമല്ല, പക്ഷേ ഒരു ടീമായിട്ട് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കിപ്പോൾ ഞങ്ങളൊരു 10 പേര് ഒരുമിച്ചിരുന്ന് പാടി അതിനെ സിങ്ക് ചെയ്ത് അതിനെ ഒരു ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഇമ്പമുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളത് ചിലപ്പോൾ കർണാടകയിൽ ഇത് ബെസ്റ്റ് ആയിരിക്കാം. പക്ഷേ ആ 10 കർണാടക വിദഗ്ധന്മാർ ഒരുമിച്ചിരുന്ന് നമുക്കിത് പാടിപ്പിച്ച് നോക്കാം, എത്ര സിങ്ക് ഉണ്ടായിരിക്കും എന്നുള്ളത്. സി എവറി ആർട്ട് അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ അതിൻ്റേതായിട്ടുള്ള നമുക്കൊരു ന്യൂവാൻസസ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ആ ഒരു ചെറിയ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാം. ഞങ്ങൾ ഈ ഭജനയിലും ഞങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഓരോരുത്തരുടെ ടോണൽ ക്വാളിറ്റി, ഒരാളെ എങ്ങനെ യൂസ് ചെയ്യണം, ഒരാളുടെ പാട്ട് എങ്ങനെയായിരിക്കും, അതിൻ്റേതായിട്ടുള്ള ടെക്നിക്സ് ഉണ്ട്. ഇപ്പോൾ കർണാട്ടിക്കിൽ നമ്മളൊരു രാഗം അല്ലെന്നുണ്ടെങ്കിൽ രാഗം വിസ്തരിക്കുന്ന പോലെ തന്നെ ഇതിൻ്റേതായിട്ടുള്ള ടെക്നിക്സ് ഇവിടെ വരുമ്പോൾ മാത്രമേ അറിയുള്ളൂ. സോ വി നീഡ് ടു ലേൺ എവറിത്തിങ്. ഇപ്പം നമുക്കിപ്പം ഈ പറയുന്ന ആൾക്കാർക്ക് നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയിൽ ആൾക്കാർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. പക്ഷേ ഇതിൻ്റെ അകത്തുള്ള എഫേർട്ട് എന്താണെന്നുള്ള കാര്യം അവർ ഈ സൈഡിൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടുണ്ട് പുതിയ ഫോം ചെയ്യുന്ന ആൾക്കാർ കർണാടക വിദഗ്ധരിരുന്ന് പാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യുന്നില്ല. അപ്പം അത് അവരുടെ ഫോമിന് അവർ ബെസ്റ്റ് ആയിരിക്കും, പക്ഷേ എല്ലാ ഫോമിലും അവർ ബെസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നില്ല. ഞങ്ങൾ കർണാടകയിൽ ഇത് ബെസ്റ്റ് അല്ല എന്ന് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ, അത്രേ ഉള്ളൂ എൻ്റെ കാര്യം. ഈ എക്സ്പേർട്സിനേക്കാൾ വരുന്ന ഇപ്പോൾ ഈ അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ ഞാൻ വായിച്ചു ഡ്രംസ് കൊണ്ടുവന്നിട്ട് കൊണ്ടുവരുന്ന സംഭവങ്ങളുണ്ടായിരിക്കും. കീബോർഡ് വരുന്നത് ട്രഡീഷണൽ ഭജൻസിൽ കാണുന്ന ഒരു സംഭവം. ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഈ അമ്പല കമ്മിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ പ്രോഗ്രാം ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ഇതെന്താ സംഭവം, അങ്ങനത്തെ ഒരു എന്താണ് ഒരു നെഗറ്റീവായിട്ടൊന്നല്ല, നിങ്ങൾക്ക് യൂണീക്കായിട്ട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ അങ്ങനെയെങ്കിലും? അല്ല, നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ തന്നെ മാനേജർ പറയാറുണ്ട് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് ഇന്നതൊക്കെയാണ്. അല്ല, ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, ഈ പറയുന്നത് അദ്ദേഹം മുന്നുള്ള കാലങ്ങളിലെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒന്നും പ്രത്യേകതയൊന്നും അല്ല, മീൻസ് അങ്ങനെ ഒരു ഒപ്പോസിഷൻ നമ്മൾ ചെയ്ത പ്രോഗ്രാംസിലൊന്നും അങ്ങനെ ഒന്നും ആരും നോയോ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ആൾക്കാരിൽ നമ്മൾ വിളിക്കാറുള്ളൂ. ഇപ്പം ഇഷ്ടമില്ലാത്ത ആൾക്കാർ വിളിക്കത്തില്ല ഓഫ് കോഴ്സ്. ഈ പല സൈഡിലുള്ള ക്രിറ്റിസിസംസ് നിൽക്കുമ്പോഴും മറ്റൊരു സൈഡിലെ സെലിബ്രിറ്റീസ് അടക്കമുള്ള ആളുകൾ നിങ്ങളുടെ ഒരു വലിയ ഫാൻ ബേസിൻ്റെ ഭാഗമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയോടൊപ്പം ഉള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നു. ഈ സെലിബ്രിറ്റീസ് നിങ്ങളോട് ഷെയർ ചെയ്യുന്ന മൊമെന്റ്സിനെ പറ്റിയിട്ട് ഉണ്ടായിട്ടുള്ള റീസൺസ്? ഓഫ് കോഴ്സ് ദ ടു ബിഗ് എംസ്, മോഹൻലാൽ ആൻഡ് മമ്മൂട്ടി, രണ്ടുപേരുടെയും മമ്മൂക്കയുടെ അടുത്ത് നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് ഇപ്പോൾ ഹലോ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം മമ്മൂക്ക പറഞ്ഞു, പാട്ടുകൾ കേൾക്കാറുണ്ട്, നിങ്ങളുടെ വൈബ് അടിപൊളിയാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ച് പാടുന്ന കാണാൻ നല്ല രസമുണ്ട്, എല്ലാവരും സൂപ്പറാണെന്ന് പറഞ്ഞു. അങ്ങനെ ദുബായിൽ വന്നതിന് ശേഷം അവിടെ വെച്ചിട്ട് നേരിട്ട് പോയി മീറ്റ് ചെയ്ത് സംസാരിച്ചു. ഒരു 10-30 മിനിറ്റോളം ഇരുന്നത് അദ്ദേഹത്തിനോടൊപ്പം സംസാരിക്കാൻ പറ്റി. എന്നും മെലഡിയെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ്, നിങ്ങൾ എല്ലാ കാലത്തും ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ കൂടുതൽ നിങ്ങളുടേതായിട്ടുള്ള പ്രൊഡക്ഷൻ, നിങ്ങളുടെ പാട്ടുകൾ കൂടുതൽ നിങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അപ്പം ഞാനിപ്പോൾ തന്നെ ഞങ്ങളൊരു പുതിയ പാട്ടൊക്കെ അദ്ദേഹത്തിനെ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആ പാട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ കുറേ നേരം ഈ പാട്ടിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള എക്സ്പീരിയൻസസ് ഷെയർ ചെയ്തു. നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെയാണെന്നുള്ള കാര്യം. കേരളത്തിൽ മാത്രമല്ല നിങ്ങൾ നിൽക്കേണ്ടത്, നിങ്ങൾ യൂണിറ്റ് ടു ട്രാവൽ അറൗണ്ട്, നമ്മൾ കേരളം വിട്ട് നിങ്ങൾ കുറേ ഹിന്ദി പാട്ടുകൾ ആഡ് ചെയ്യണം, നോർത്ത് ഇന്ത്യയിലേക്ക് കൂടുതൽ ട്രാവൽ ചെയ്യണം, നിങ്ങൾക്ക് അപ്പം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം അദ്ദേഹത്തിന് വേണ്ടി പാടിയതോ? അല്ല, അന്ന് എനിക്ക് ഞാൻ പാടാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല. അപ്പോൾ ഞാനപ്പോഴത്തേനും ഞങ്ങൾ ഡിസ്കഷനേ ഉണ്ടായിരുന്നല്ലോ, സംസാരിക്കും. ഒരു 10-30 രൂപ പാടി. പക്ഷേ ലാലേട്ടനെ കണ്ടപ്പോൾ പാട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് വന്ദേ മുകുന്ദഹരെ സ്റ്റാർട്ട് ചെയ്തത്, അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ലാലേട്ടനെ കണ്ടു. അപ്പോൾ ലാലേട്ടനപ്പം ഞങ്ങളൊക്കെ അറിയാം. അപ്പോൾ അതായിരുന്നു ഞാൻ ഞെട്ടിയത്. അപ്പം ദുബായിലല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നോട് ചോദിച്ചു. അപ്പോൾ ശ്രീലാലിനെയും ഞങ്ങളെല്ലാവരെയും അറിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ലാലേട്ടൻ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അദ്ദേഹം ഞങ്ങളോട് ചോദിച്ച പാട്ടുകളൊക്കെ ഞങ്ങൾ പാടുന്ന പാട്ടുകളാണ് ചോദിച്ചത്. അപ്പോൾ ഈ പാട്ട് പാടാമോ, ഈ പാട്ട് പാടാമെന്ന് ലാലേട്ടൻ ഇപ്പോൾ സൗവർണികാമൃത പാടാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളത് പാടിക്കൊടുത്തു. അമ്പലമില്ലാതെ പാടാറില്ലേ, അപ്പോൾ അത് പാടിക്കൊടുത്തു. അങ്ങനെ കുറേ പാട്ടുകൾ പാടി അന്ന് അവിടെ ഇരുന്നിട്ട്. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്ദാവഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരീവിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടി പൈകളുമെവിടെ
വിഷാദ ശരം കൊണ്ടു നീരുമീ നെഞ്ചിലെന്നാത്മപ്രണാമം. പ്രേമസ്വരൂപനാം സ്നേഹസദീപ്യന്റെ കാൽക്കലൻ കണ്ണേ പ്രണാമം. ലാലേട്ടൻ ഭയങ്കര ഹാപ്പിയായി, സന്തോഷമായിരുന്നു. ലാലേട്ടൻ്റെ കൂട്ടത്തിലോ അങ്ങനെയൊന്നും പ്ലാനിലൊന്നുമില്ല ഇപ്പോൾ. പ്ലാനിലില്ല. പ്ലാനിലുണ്ടെങ്കിൽ പറയാം. ഇത് സോപാന സംഗീതമായിരുന്നു. ഇത് ദേവാസുരം എന്ന് പറഞ്ഞ സിനിമയിൽ വന്നപ്പോൾ ദാറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ് ഫോർ സോപാന സംഗീതം. പലർക്കും ഇപ്പം ഞെരളത്ത് രാം പൊതുവാൾ അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദി മെയിൻ സോങ്സ് ആയിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലെ സോപാന സംഗീതം ഒരു ഇടിവ് ഫീൽ ചെയ്തിരുന്ന സമയത്താണ് പെട്ടെന്ന് ഈ പാട്ട് വന്നതും പൊങ്ങി തിരിച്ചു വന്നത്. ഇപ്പൊ അതുപോലൊരു റീസർജൻസ് സോപാന സംഗീതത്തിൽ കണ്ടുവരുന്നുണ്ട്. ദാറ്റ് ഈസ് മെയിൻലി ക്രെഡിറ്റഡ് ടു വൺ ഓഫ് നിങ്ങൾ ഒരു സോങ് പേട്രണൈസ് ചെയ്തു, നാഗഭൂഷിതം മാത്രമല്ല ചെമ്പട്ട്, ചെമ്പട്ട് കുറെ പാട്ടുകൾ ഞങ്ങൾ പാടാറുണ്ട്. അത് ആൻഡ് ഓൾസോ യു ആർ പ്രൊമോട്ടിംഗ് സം ഓഫ് ദി ആർട്ടിസ്റ്റ് ലൈക്ക് എലൂർ ബിജു സാറിനെ പ്രൊമോട്ട് ചെയ്യേണ്ട പക്ഷേ എന്നാലും അങ്ങനത്തെ ആൾക്കാർക്കും സ്പേസ് നിങ്ങളുടെ ഇടയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ സോപാന സംഗീതത്തിനെ തിരിച്ച് പോപ്പുലറൈസ് ചെയ്തതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറയല്ലേ, സോപാന സംഗീതത്തിനെ പോപ്പുലറൈസ് ചെയ്യാൻ ഞങ്ങൾ ആരുമല്ല, അത് ഓൾറെഡി പോപ്പുലറൈസ് ആണ്. പക്ഷെ കൊട്ടിപ്പാടി സേവയായിട്ട് മാത്രം നിന്നുകൊണ്ടിരുന്നത് വന്ദേ മുകുന്ദഹരെ കൊണ്ടൊരു പുഷ് കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് പിന്നെയും ഒന്ന് ലോയിൽ പോയപ്പോൾ ഒരു വേറൊരു പുഷാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. പലയിടത്തും ഒരു ഡിഫറെന്റ് സ്റ്റൈലിലാണ്. ഇപ്പൊ നാഗഭൂഷിതത്തിന് മുകളിൽ ഇപ്പൊ ഡാൻസ് കവേഴ്സ് വരെ വന്നു. അപ്പൊ അതിന്റെ റീസൺ നിങ്ങളാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നൊന്നുമില്ല. പക്ഷെ അതെ ഫേമസ് ആയ നിങ്ങളുടെ അങ്ങനെ അല്ല, അതിന് ഞങ്ങളൊരു നിമിത്തമായിട്ടുണ്ടെങ്കിൽ വി ആർ ഹാപ്പി ഫോർ ദാറ്റ്. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പോൾ അത് സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ബാരിയേഴ്സ് നമ്മുടെ മൈൻഡിൽ വെക്കുമ്പോഴാണല്ലോ നമുക്ക് ക്രിയേറ്റീവ് തിങ്കിങ് ബ്ലോക്ക് ഉണ്ടാകുന്നത്. കുറച്ച് മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഇതാണ് ചിട്ട, ഇത് മാത്രം നമ്മൾ ചെയ്യാമെന്നുള്ള നമ്മൾ ഒരു സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ള സാധനം ബ്ലോക്കായി. അപ്പം നമുക്ക് പിന്നെ ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ആ ഒരു സാധനം ഞങ്ങൾ ആദ്യം തന്നെ എടുത്ത് കളഞ്ഞു മൈൻഡിൽ നിന്ന്. അപ്പോൾ ഞങ്ങൾക്ക് സോപാന സംഗീതം എടുക്കാം, ഫിലിം സോങ്സ് എടുക്കാം. ഞങ്ങളിപ്പോൾ ഭജൻ സൂഫി ഞങ്ങൾ ഒരു മിക്സ് ചെയ്ത് ഞാൻ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഐ സെൻഡ് ഡി ഓൾസോ. അപ്പോൾ അങ്ങനെയുള്ള എന്ത് കൈൻഡ് ഓഫ് മ്യൂസിക് നമുക്ക് അഡോപ്റ്റ് ചെയ്യാന്നുള്ള ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പം അതിൽ ഈ കലയെ കൊല്ലാതെ മീൻസ് ഡെഫിനറ്റ്ലി നമ്മളിപ്പം അതിപ്പോൾ കൊല്ലുക എന്നുള്ള ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നോട് ചോദിക്കില്ല. അപ്പം എന്താണെങ്കിലും അപ്പോൾ ഇതിനെ ആ ഒരു ഓവറോൾ മ്യൂസിക്കിനെ എൻഹാൻസ് ചെയ്യുന്ന എന്ത് കൈൻഡ് ഓഫ് ജോണർ അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിലും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ സോപാന സംഗീതം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളാണ്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന വിജയൻ്റെ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ റെക്കോർഡിങ് ഇപ്പം സ്തംഭം എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു റെക്കോർഡിംഗ് സെഷനിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ നാഗഭൂഷി നല്ല രസമല്ലേ, നമുക്ക് അതെടുക്കാം എന്നുള്ള രീതിയിലാണ് അതും അന്ന് ഏതായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ വടക്കുന്നാഥയും ശ്രീരാഗത്തിലുള്ള പാട്ടുകളെല്ലാം കാടിടയും അങ്ങനെ പല പാട്ടുകൾ ഞങ്ങളിങ്ങനെ മിക്സ് ചെയ്യുന്നതൊക്കെ. അതെ, അത് നമുക്ക് ഇടയ്ക്ക് വെച്ച് മാത്രമാണല്ലോ പാടുന്നത് സോപാന സംഗീതം. എലൂർ ബീച്ചറിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കൂട്ടത്തിലെ ബീച്ചറിന് ഇരുന്ന് പാടിയിട്ടുണ്ട് ഈ പാട്ട്. ആ ക്രിയേറ്റർ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്ന് പാടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല. നാഗഭൂഷിത പദങ്ങളും ചടുലതാളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും മണിഗണങ്ങളും വാസുകി പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാവഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ നീലകണ്ഠതവ നീലകണ്ഠവും അതിൽ കുളഞ്ഞുര ഹിമാലയും ഭൂവിശോഭ വഴിയും കരങ്ങളിൽ കമടമാനവകടും തുടി ശൂലപാണേ ശൂലപാണി മഹാത്രിശൂലപാണി
നികതീകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ഫോക്ക് ട്രഡീഷൻസും ഉണ്ട്. നമ്മൾ ചിന്ത പാട്ട്, നാഗപ്പാട്ട്, അങ്ങനത്തെ ട്രഡീഷൻസിനെ, ഫോക്ക് ട്രഡീഷൻസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടോ? നാഗപ്പാട്ട് പാടിയിട്ടുണ്ട്. ഉണ്ട്. നാഗപ്പാട്ടുണ്ടല്ലോ ഇപ്പൊ ഉദ്ദേശിച്ചത് മിക്കവാറും നാഗം സോങ്സ് ആയിരിക്കത്തില്ല. അപ്പം അത് നാഗനാഗം ഫോക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങളിപ്പം ഇതൊക്കെയില്ലേ, മനത്തെ മച്ചോളം തലയെടുത്ത് പാതാളക്കുഴിയോളം, കുമ്മാട്ടി പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള പാട്ടുകളൊക്കെ ഞങ്ങൾ റെക്കോർഡിങ്സ് ചെയ്യുന്നത്, ഞങ്ങൾ ഇന്ന് വരുന്ന വഴി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു നമുക്ക് അങ്ങനെയുള്ള പാട്ടുകൾ നമുക്കും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്നുള്ള, അങ്ങനെയുള്ള പാട്ടുകൾ രസമായിരിക്കും നല്ല രീതിയിൽ. അതെ അതെ. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെയും ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞങ്ങൾ ഇപ്പോൾ വരുന്ന വഴിയുള്ള ചർച്ചയായിരുന്നു. ഇപ്പോൾ ശ്രീലാൽ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വയനാട് ചെല്ലുമ്പോഴത്തേനും നമുക്ക് നാച്ചിയമ്മയെ കൊണ്ടുവന്നാലോ എന്നുള്ളത്, അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ട്. അപ്പം അല്ലേ, തീർച്ചയായും പറഞ്ഞോളൂ ഈ കാര്യത്തൊക്കെ. ഞങ്ങൾ വണ്ടിയിലിരുന്ന് ചർച്ച ചെയ്ത കാര്യങ്ങൾ അതൊക്കെ. അപ്പം അങ്ങനെയുള്ളതും കൂടെ ആഗ്രഹമുണ്ട് ഞങ്ങൾക്ക്. അപ്പം എല്ലാ ഈ വണ്ണസ് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് എല്ലാവരും അമ്പറിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം. തീർച്ചയായും ഈ വണ്ണസിന്റെ നമ്മൾ പല കമ്മ്യൂണിറ്റീസിന്റെ ഒരു റെസ്പോൺസിനൊക്കെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഫാൻസിന്റെ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള ആളുകളുണ്ട്. അതായത് ചെറിയ കുട്ടികൾ മുതൽ വളരെ മുതിർന്ന അമ്മമാരും വരെ വന്ന് നിങ്ങളുടെ പ്രോഗ്രാംസ് കാണാറുണ്ട്. പക്ഷെ അപ്പോൾ ചില നേരത്തെ പറഞ്ഞ ആ ഒരു ഫിലിം സോങ്സിന്റെ കാര്യത്തിലുള്ള ഒരു ക്രിറ്റിസിസം വരുന്നത് പോലെ ഈ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തു നിന്നോ നിങ്ങളുടെ ഈ ഒരു ഭജൻ ഫിലിം സോങ് മിക്സിങ്ങിനെ അവരുടെ റെസ്പോൺസിൽ ഡിഫറൻസ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസ് എങ്ങനെയാണ് ഏജ് ഗ്രൂപ്പ്സിന്റെ കാര്യത്തിൽ? ഇപ്പോൾ അത്ഭുതം എന്ന് പറയാനായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അമ്മമാരും അച്ഛന്മാർക്കും അവർക്കതൊക്കെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞങ്ങളങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ മെജോറിറ്റി ഓഫ് ആൾക്കാർ ഇതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് വളരെ ചുരുക്കം ആൾക്കാർ ഈ പറയുന്ന ഫിലിം സോങ്സിൽ മിക്സ് ചെയ്യുന്നതിനൊക്കെ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തന്നെ പറയാറുള്ളൂ. ചില പാട്ട് പാടാതെ പോയി കഴിഞ്ഞാൽ അവർ ചോദിക്കും ഇന്നെന്താ അത് പാടാഞ്ഞെന്ന് ചോദിക്കും. ആ മിക്സ് പോലും അവർക്ക് അത്രയും കണക്റ്റാണ്. ഒരുപാട് വിമർശനം, ഒരുപാട് ഫാൻസ് അല്ല വൃന്ദാവനം മ്യൂസിക്കിൽ ഫിലിം സോങ് അല്ല. കാതലെ മിക്സ് ചെയ്തതിന് അതിന് വിമർശനങ്ങൾ പിന്നെ അത് ജയകൃഷ്ണൻ ആ പീസ് വായിക്കുമ്പോൾ തന്നെ അവിടെ ഞങ്ങളുടെ കൈയടി ഉയരുകയാണ്. അപ്പോൾ അത് എവിടെ ചെന്നാലും അത് ഭയങ്കര അത് ആൾക്കാർ എൻജോയ് ചെയ്യുന്നൊരു മിക്സായി അത്. അപ്പം അത് ആ ജയകൃഷ്ണൻ്റെ ആ ഒരു പീസിന് വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം ജയകൃഷ്ണൻ ചില വേദികളൊക്കെ ഞങ്ങൾ അവനിപ്പം വായിച്ച് മടുത്തിട്ട് അവന് മടിയാണ് വായിക്കാനുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നീ എന്തിനാണ് വായിക്കാൻ മടിക്കുന്നത്, കാര്യം ആൾക്കാർക്ക് അത് കേൾക്കാൻ എത്ര ഇഷ്ടമാണ്. അപ്പോൾ അത് എൻജോയ് ചെയ്യുന്നത് വായിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതിപ്പോൾ 1000 വേദി ആയാലും 10,000 വേദി ആയാലും യു ഷുഡ് എൻജോയ്. അപ്പോൾ കാതൽ ജയകൃഷ്ണൻ ഏകദേശം 5000-ൽ പരം വേദികൾ ഇന്ത്യയിലും 5000 ആയിട്ടില്ല 3000 to എനിക്ക് എക്സാക്ട് കണക്കറിയില്ല. ഞങ്ങൾ ഏകദേശം ഇങ്ങനെ ഒരു 3000-ന് മേളിൽ എന്താണെങ്കിലും ആയിട്ടുണ്ട്. 3000-3500 ആയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ബിഗസ്റ്റ് സ്റ്റേജ് ഇൻ ദ വേൾഡ്, UK-ലുള്ള സ്റ്റേജിൽ, ലണ്ടനിലുള്ള, ഞാൻ ഇന്നലെ എൻ്റെ കണ്ടു റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ആഡ് എടുക്കുന്നത് ആ റോയൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്റ്റേജിലാണ്. 65,000 ഇപ്പോൾ ആൾക്കാർ മേളിലാണ് കപ്പാസിറ്റി. 360 ഡിഗ്രി ഉള്ളൊരു ഹോളാണ് ലണ്ടനിലെ. ഞങ്ങൾ UK പോകുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഓർഗനൈസർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ ഭജന ഇവിടെ ചെയ്യണം. അപ്പോൾ ഞാൻ പറയാം അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് ആ വെന്യൂ, ഐ നീഡ് ടു പെർഫോം ഇൻ ദാറ്റ് വെന്യൂ. 65,000+ ആൾക്കാർ കപ്പാസിറ്റിയുള്ള വെന്യൂ. അതാണ് ചെറിയൊരാഗ്രഹം ഭജന കൊണ്ടുപോകാൻ പറ്റുന്നത്. കോവിഡിന്റെ സമയത്ത് ആ ജാമിങ് സെഷൻസ് മിസ് ചെയ്യുന്നുണ്ടോ? ഇത്രയും ഗ്രോയിങ് ബൈ നമ്പർ ഓഫ് ഫാൻസ് കൂടുന്നുണ്ട്. അപ്പൊ ആ ജാമിങ് സെഷൻസ് അതിന്റെ വാംത്ത് മിസ് ചെയ്യുന്നുണ്ടോ? അതിനുള്ള സമയം കിട്ടാറില്ല. ഞങ്ങളുടെ പ്രാക്ടീസ് അല്ലേ പറയണേ, ഉണ്ട് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റാറില്ലല്ലോ നമുക്ക് ഈ പ്രോഗ്രാം, ഒരുപാട് ടൈറ്റ് ഷെഡ്യൂളല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടെയാണ് ആ സമയത്താണ് ഞങ്ങൾ ഓരോന്ന് വായിച്ചു വരുമ്പോൾ പുതിയ ഐഡിയാസ് വരും, അവിടെ നിന്ന് ഷെയർ ചെയ്യുന്ന. നമ്മൾ ഈ പ്രാക്ടീസ് കൂടുതൽ പുതിയ പാട്ടുകൾ വന്നേക്കുന്നത് ഈ പറഞ്ഞേക്കുന്ന പല കണ്ടന്റുകളും പ്രാക്ടീസ് എല്ലാം വന്നേക്കുന്ന ആ സെഷൻസിൽ നിന്നാണ്. അതൊക്കെ അതുകൊണ്ടാണ് ഞങ്ങൾ കുറേ പ്രോഗ്രാംസിൻ്റെ എണ്ണം ഞങ്ങൾ കുറയ്ക്കാൻ പോകുന്നത്. മന്ത്ലി ഇപ്പം കഴിഞ്ഞ 3 മാസം ജാൻ ഫെബ് മാർച്ച് ഞങ്ങളുടെ പ്രോഗ്രാംസ് 66 പ്രോഗ്രാംസ്, 66-67 പ്രോഗ്രാംസ് ഉണ്ട്.
അല്ല 3 മാസം കൂടെ ആയിട്ട്. അപ്പോൾ ഒരു മാസം അപ്രോക്സിമേറ്റ്ലി 22-23 പ്രോഗ്രാം മേളിൽ പ്രോഗ്രാം ഒരു മാസമുണ്ട്. അപ്പോൾ വളരെ ഗ്യാപ്പ് എന്ന് പറയുന്ന 6-7 ദിവസം മാത്രമേ ഉള്ളൂ ഗ്യാപ്പുള്ളൂ. അതും ട്രാവലായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ആൾക്കാർക്ക് നമുക്ക് ക്രിയേറ്റീവ്സ് നമുക്ക് ഉറങ്ങുക എന്നുള്ളത് തിങ്കിങ് മാത്രമല്ല, എപ്പോൾ ഉറങ്ങാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ്ങേ ഉള്ളൂ. അപ്പോൾ അതിന് ക്രിയേറ്റീവ് സ്പേസ് കിട്ടണമെങ്കിൽ നമ്മൾ ഈ ടയർഡ്നെസ് എല്ലാം മാറണം, നമ്മളുടെ മൈൻഡ് ഒന്ന് സമാധാനമാകണം. അപ്പം അത് പ്രോഗ്രാംസിന് എണ്ണം കുറച്ചെങ്കിലും മാത്രമേ ഉള്ളൂ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് അന്ന് കോവിഡിന്റെ സമയത്ത് കണ്ടപ്പോൾ പ്രവീൺജി ഉണ്ടായിരുന്നു, യു വെർ ദേർ ആൻഡ് ദെർ വെർ അതേഴ്സ് ഓൾസോ, നിങ്ങളുടെ ജാമിങ് സെഷൻ. അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് that broke, I suppose, because he went to Canada. എല്ലാവരും പറയുന്നത് ഇനി നന്ദഗോവിന്ദൻ will go on എല്ലാവരും. പക്ഷെ സഡൻലി എവിടെ ആണോ അവിടെ പുതിയ പുതിയ ഗ്രൂപ്പ്സ് ഉണ്ടായി. അങ്ങനെ എത്ര ടീംസ് ഉണ്ട് ഇപ്പം? 3 ഗ്രൂപ്പ്. ഇവിടെ ഒരെണ്ണം ദുബായിൽ, യു എയിൽ ഒരെണ്ണം, പിന്നെ ഉള്ളത് കാനഡയിലെ പ്രവീൺ പോയപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന. അവിടെ സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അവിടെ ഒരു ലേഡി ഉണ്ട്. അതെ, 2 പേരുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല? ഇവിടെയോ? അല്ല, അങ്ങനെയല്ല. ഇപ്പം നമ്മളിപ്പം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊന്നും പ്ലാൻ ചെയ്തിട്ടല്ല. നമുക്കിതിപ്പോൾ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് പ്രോഗ്രാമിന് ചെന്നപ്പോഴത്തേനും മോളുടെ പേര് തീർത്ഥ കൂടുതൽ ഞങ്ങൾ കൊടുത്തി പാടി, അഭിരാമി കൂടുതൽ ഞങ്ങൾ പാടിയിട്ടുണ്ട്. അങ്ങനെ സിംഗേഴ്സ് ഞങ്ങളുടെ അടുത്ത് അതൊരു എക്സ്ക്ലൂസീവായിട്ട് വെക്കുന്നതല്ല. അപ്പം നമ്മളുടേതായിട്ടുള്ള ഗ്രൂപ്പ് അങ്ങനെ ഫോം ചെയ്തത് അങ്ങനെ ആകുന്നു. ഇനി ഇൻ ദ ഫ്യൂച്ചർ മേ ബി ഉണ്ടാകാതിരിക്കാൻ പാടില്ലായിരിക്കുന്നില്ല. നമുക്ക് പറഞ്ഞ പോലെ കേരളത്തിന് പുറത്ത് നിങ്ങൾ ഒരുപാട് സ്റ്റേജസ് ചെയ്തിട്ടുണ്ടാവും. മലയാളികളാണോ മെയിൻ ഓഡിയൻസ്, അതല്ലാതെ നോർത്ത് ഇന്ത്യൻ ഓഡിയൻസ് കൂടി ഉണ്ടോ? നമുക്ക് മെജോറിറ്റി മലയാളി ആയിരിക്കും. അല്ല, മെജോറിറ്റി എന്നാലും തീർച്ചയായും മലയാളികൾ തന്നെയാണ്. മലയാളി, തമിഴ്, നമ്മളെ സൗത്തിലുള്ള കുറേ ആൾക്കാരുണ്ട്. അവിടെയുള്ള ആൾക്കാരായിരുന്നു, മലയാളികളായിരുന്നില്ല കൂടുതലും. അവർ വന്ന് ചോദിക്കും, നാഗഭൂഷണം ചോദിക്കും, അവർ മനോഹരി രാധരാധ ചോദിക്കും. അവർ മലയാളികളല്ല, നോൺ മലയാളീസ്. അവർ ഇപ്പം നമുക്കിപ്പം ശങ്കര എന്നുള്ള പാട്ട് നമുക്ക് അറിയാവുന്ന പോലെ തന്നെ മലയാളികളുടെ പാട്ടുകൾ അവരും അറിയട്ടെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗുജറാത്തിലെ പ്രോഗ്രാം ചെന്നപ്പോഴത്തേനും ഞങ്ങൾ ഹോട്ടലിൽ നിൽക്കുമ്പോഴത്തേനും ഒരു മഹാരാഷ്ട്രീയൻ ഒരു ലേഡി, പുള്ളിക്കാരിയും ഹസ്ബൻഡും ഉണ്ട്. അപ്പോൾ ഞാനപ്പം ഞങ്ങൾ താഴെ ഇരിക്കുകയാണ്, റിസപ്ഷനിൽ ഇരിക്കുകയാണ്. പുള്ളിക്കാരി എൻ്റെ വന്നിട്ട് ഭജൻ സിംഗറല്ലേ എന്ന് ചോദിച്ചു. മലയാളി കണക്ഷനേ ഇല്ല, അവർ പ്രോപ്പർ മഹാരാഷ്ട്രീയനാണ്. എന്നിട്ട് അവർ വന്നിട്ട് എൻ്റെ അടുത്തൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അവർ തുള്ളിച്ചാടുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പം മലയാളികൾക്ക് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. പക്ഷേ അവർക്കൊക്കെ നമ്മളുടെ പാട്ടുകൾ ഡെയിലി കേൾക്കുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് എല്ലാത്തിൻ്റെ ഒന്നും അർത്ഥമൊന്നും മനസ്സിലാകുന്നില്ല, പക്ഷേ ഐ തറവലി എൻജോയ് യുവർ മ്യൂസിക്, അതെനിക്ക് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡ് തരുന്നുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ അതൊരു ഭാഷകൾക്ക് അതീതമാണെന്നുള്ളത്. നിങ്ങളിപ്പം നോർത്ത് ഇന്ത്യയിലേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രോഗ്രാംസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നിങ്ങൾ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് കൂടി നിങ്ങളുടെ പാട്ടുകളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടാവും. അതിൻ്റെ അറ്റംപ്റ്റ്സ് നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്തു? തിങ്കിങ് പ്രോസസ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭജൻ കണക്റ്റുകൾ ഞങ്ങൾ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്ലാനുണ്ട്. അതെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം എക്സിക്യൂഷൻ വൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ട്രയലൊക്കെ ചെയ്യും നമ്മൾ. പിള്ളങ്കോവിയ, ചെറിയ കൃഷ്ണ, അല്ല, പാട്ടുകളുടെ കാര്യമല്ല പറയുന്നത്, അവിടുത്തെ ആൾക്കാരെ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ഇപ്പോൾ അവിടെയുള്ള ആൾക്കാരെ കണക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. ഞങ്ങൾ ജയ്പൂർ പോയപ്പോൾ ജയ്പൂരി സിംഗറിൻ്റെ കൂട്ടത്തിൽ പാടിയതുപോലെ മേ ബി ഇൻ ദ ഫ്യൂച്ചർ അങ്ങനെ ആ ഒരു കൾച്ചർ. ഞങ്ങളത് നാമദേവ കീർത്തന, ഒരു അഭംഗ് അവിടെ വെച്ചിട്ട് ഡോളൊക്കെ വായിച്ച്. അതെ. ഇനിയിപ്പോൾ പ്രാക്ടീസ് സെഷൻസിന് വേണ്ടിയിട്ട് കൂടുതൽ സമയം കണ്ടെത്തുകയും പ്രോഗ്രാംസ് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതായത് നിങ്ങൾ ഇൻ ദ ഫ്യൂച്ചർ പല അവന്യൂസിലേക്ക് പോവുകയാണ്. മേ ബി വീഡിയോ പ്രൊഡക്ഷൻ, പല ഫീൽഡിലേക്ക് പോവുകയാണ്. ഒരാൾക്ക് നിങ്ങളുടെ ടീമിലേക്ക് ഇപ്പോൾ നോട്ട് എസെൻഷ്യലി ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റിസ്റ്റ് എന്നുള്ള രീതിയിലല്ലാതെ എന്നിട്ട് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതാണ് ബെസ്റ്റ് വഴി നിങ്ങളിലേക്ക് എത്താൻ? ബെസ്റ്റ് വഴി ഉണ്ണിയെ കോൺടാക്ട് ചെയ്യുന്നത് തന്നെയാണ്. ഒരുപാട് ഓഫർ റിക്വസ്റ്റ് ഉണ്ടാവും. എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അങ്ങനെ പറഞ്ഞ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഹൗ ഷുഡ് സമ്മൺ അപ്രോച്ച് യു? അല്ലേ, നമ്മുടെ മാനേജർ ഉണ്ണികൃഷ്ണനാണ്. ഉണ്ണിയാണ് യൂഷ്വലി കോൺടാക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അവർക്ക് എൻക്വയറി ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രാജേഷ് അത് ഷെയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ, ഈ 3
വഴിയാണ് ബെസ്റ്റ് വഴി. ഇത് മൂന്നുമാണ്. അതിൽ ഒരെണ്ണം പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉണ്ണിയെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ പ്രോഗ്രാംസിന് ഇപ്പോൾ ഒരുപാട് മാനേജ് ചെയ്യാൻ പറ്റാത്തത്ര ക്രൗഡ് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പണ്ടാവ് സമയം ടെമ്പിളിലായാലും കൊച്ചി കാണുന്ന പ്രോഗ്രാംസ് എല്ലാത്തിനും അങ്ങനത്തെ ഒരു ക്രൗഡ് വരുന്നുണ്ട്. അതെ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾ ഓർഗനൈസ്ഡ് ആവാറുണ്ട്. ഓഡിയൻസിൻ്റെ എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യണം എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് ടെൻഷൻ തരാറുണ്ട്. പ്രോഗ്രാംസിലില്ല, നമുക്ക് ഒട്ടും ടെൻഷൻ തരാറില്ല. ഇപ്പം ഞാൻ അവിടെ പോയിട്ട് ഒറ്റയ്ക്ക് എന്നോട് പാടാൻ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ടെൻഷൻ വരുമായിരിക്കും. പക്ഷേ ഞങ്ങൾ ഈ ഗ്രൂപ്പായിട്ട് പോകുമ്പോഴത്തേനും അത് ഒരാളിരുന്ന് നമ്മുടെ പ്രോഗ്രാം കാണുമ്പോഴും ഇന്നിപ്പം 10,000 കാണുമ്പോഴും ഞങ്ങൾ ഹാപ്പി ആകാൻ വേണ്ടിയാണ് ഞങ്ങളെപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൗഡ് റെസ്പോൺസ് നമുക്ക് അത് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ടെൻഷൻ ഉണ്ടാവാറുണ്ട് because the criticism part of it has put you in some threat. അപ്പോൾ അതിന്റെ ഒരു ഓർഗനൈസിങ് പാർട്ടില് ഒരു എസ്പെഷ്യലി അമ്പലപ്പുഴയില് മറ്റേ ക്രൗഡ് അന്ന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ഓർഗനൈസേഴ്സ് പറഞ്ഞു. വെച്ചാൽ ഒരു സ്റ്റാമ്പീഡിനൊക്കെ ഉള്ള ഒരു വക ഉണ്ടായിരുന്നു അവിടെ. തീർച്ചയായിട്ടും ബുക്ക് ചെയ്യുന്നവർക്ക് ടെൻഷൻ ഉണ്ട്. അല്ല, നിങ്ങൾക്ക് അത് നിങ്ങളിൽ റിഫ്ലക്ട് ആവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ആൾക്കാർ വരുന്നതിൻ്റെ അതാണ് ചോദിക്കുന്നത്. ഞങ്ങൾ പെർഫോം ചെയ്യും. നിങ്ങൾക്കൊരു ത്രെഡ് ഫാക്ടർ ഉണ്ടല്ലോ അവിടെ. പോലീസുകാരൊക്കെ ഭയങ്കര ആക്റ്റീവായി. ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് ക്രൗഡിന് അവർക്കും ഒന്നും പറ്റാതെ നമ്മളെയും സേഫ്റ്റി എല്ലാം ഭയങ്കര പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം അല്ല, എത്ര ആൾ വന്നാലും അവർക്ക് ആർക്കും ഒരു കാഷ്വാലിറ്റിയോ അല്ലെങ്കിൽ മറ്റൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ എല്ലാവരും സമാധാനത്തോടെ ആ പരിപാടി കഴിഞ്ഞിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു ഇതാണ്. അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ആ പ്രോഗ്രാംസിന് അത്രയും വന്നാൽ പോലും എറണാകുളത്തപ്പൻ്റെ 1,00,000 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 ദിവസം മുന്നേ പ്രോഗ്രാം ചെയ്യുന്ന ഞങ്ങൾ വിചാരിച്ചു 25,000-30,000. പക്ഷേ അതിൻ്റെ കണക്ക് റീസെൻ്റ് വന്നെങ്കിൽ 67,000 പേര് മറ്റേ കൊല്ലം തൃക്കടവൂർ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അവിടെയൊക്കെ ആൾക്കാർ സമാധാനപരമായിട്ട് ഒരു പ്രോഗ്രാം കണ്ടു, എൻജോയ് ചെയ്തു, അവർ തിരിച്ചു പോകുന്നു. അതിലൊക്കെ യൂഷ്വലി നമ്മൾ പണ്ട് കണ്ടിരുന്ന പോലെയുള്ള അടിവഴക്കുകളൊന്നും ഞങ്ങൾ ഇന്നവരെ ഞങ്ങളൊരു പ്രോഗ്രാമിലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഓർഗനൈസേഴ്സും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തൃക്കടവൂർ ക്ഷേത്രത്തിൽ അവർ ക്ഷേത്രത്തിലായിരുന്നു ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നെ അവരൊരു വലിയ പറമ്പിലോട്ട് മാറ്റി 5 ഏക്കറുള്ള അപ്പോൾ ആൾക്കാർ കൺവീനിയൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റി, കാണാൻ പറ്റി. ഒരു പാട്ടുണ്ടല്ലോ മറ്റേ വഞ്ചിഭൂതി, വഞ്ചിഭൂമി നമ്മുടെ ട്രാവൻകൂറിന്റെ നാഷണൽ ആന്തം. അത് ഏറ്റവും ഫേമസ് ആക്കിയ നിങ്ങളാണ്. അതുവരെ ട്രാവൻകൂറിയൻസിന് അറിയില്ലായിരുന്നു. അതിനുണ്ടായ ക്രിറ്റിസിസം കണ്ടായിരുന്നല്ലോ. കണ്ടില്ലായിരുന്നോ? അത് ഞങ്ങൾ അവിടെ പോയതിനൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾ വിസിറ്റ് ചെയ്തതിനൊക്കെ, റോയൽ ഫാമിലി വിസിറ്റ് ചെയ്തതിനൊക്കെ ഉണ്ടായിരുന്നു. അതിനുണ്ടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ പാർട്ടായിരുന്നു. വഞ്ചിഭൂമി പദേ ചിരം സഞ്ചിതാഭം ജയിക്കേണം ദേവദേവൻ എന്നും ദേഹസൗഖ്യം വാർത്തേണം വഞ്ചിഭൂമി പദേ ചിരം. നോർത്ത് ഇന്ത്യയിലൊക്കെ പബ്സിൽ പോലും ഇപ്പോൾ ഭജൻസ് ആണ് പ്ലേ ചെയ്യുന്നത്. ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ. ആ ഒരു ട്രെൻഡിനെ എങ്ങനെയാണ് കാണുന്നത്? കണ്ടായിരുന്നു ഞാൻ കുറച്ച്. അത് ഡേറ്റ കറക്റ്റാണോ അറിയത്തില്ല ഡേറ്റയൊക്കെ. എൻ്റെ അത് ബാംഗ്ലൂർ ബാക്ക്ല സൈഡിലേക്കൊക്കെ ആൽക്കഹോൾ കൺസപ്ഷനൊക്കെ 30% റെഡ്യൂസായി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ഡയറക്റ്റ് കോറിലേഷൻ ഉണ്ടെങ്കിൽ, അപ്പം അല്ലെങ്കിൽ പലതരത്തിലുള്ള ഡ്രഗ്സൊക്കെ യൂസേജൊക്കെ ഇത് കണ്ട് കുറയുവാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. കാര്യം ഇനിയുള്ള ജനറേഷനിലേക്കാണെന്നുണ്ടെങ്കിലും. അപ്പം യങ് ജനറേഷൻ നോർമലി നമ്മൾ കാണുക, പ്രത്യേകിച്ചും ഭക്തി സംഗീതത്തോടൊക്കെ യങ് ജനറേഷൻ ഒരിക്കലും കണക്ട് ആവാറില്ല. പക്ഷെ എന്നാൽ ഇപ്പൊ റീസെന്റ് നോക്കുമ്പോൾ അതാ പറഞ്ഞ ഇപ്പൊ ഡിസ്കോത്തേക്സിൽ ഭജൻസ് പ്ലേ ചെയ്യുക, ലൈക് ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും ഓഫ് കോഴ്സ്. പക്ഷെ അത് അങ്ങനെ പ്ലേ ചെയ്യാന്ന് പറയുമ്പോൾ അതിലൊരു ആറ്റിറ്റ്യൂഡിന് ചേഞ്ച് കൂടി അതിൽ ഉണ്ടെന്ന് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഈ യൂത്ത് ഇത്രയും കൂടുതൽ കണക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്താവെന്ന് ആലോചിച്ചിട്ടുണ്ടോ? പൊതുവെ ഭക്തിയും യൂത്ത് ഒരുമിച്ച് പോകുന്ന ഒരു സംഭവമല്ല പൊതുവെ.
അറ്റ്ലീസ്റ്റ് റീസെന്റ് എങ്കിലും അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഞാൻ പറയാം എന്തായിരിക്കും എന്നുള്ള കാര്യം. അത് ശരിയായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇപ്പം നമുക്ക് എസ്പെഷ്യലി കോവിഡിന് ശേഷം ഉള്ള ഒരു പീരീഡ് എന്ന് പറയുന്ന മിക്ക ആൾക്കാർക്കും വർക്ക് വൈസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി വൈസ് ആണെങ്കിലും ഒരു ഭയങ്കരമായൊരു സ്ട്രെസ്സ് ഭയങ്കരമായൊരു കൂടിയൊരു പീരീഡാണ്. അപ്പം സോഷ്യൽ മീഡിയ ഹൈ യൂസേജും അല്ലെന്നുണ്ടെങ്കിൽ പല രീതിയിലാണെങ്കിലും പിന്നെ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. നമുക്ക് എന്ത് കാര്യത്തിലും ബാക്കിയുള്ള സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേനും ബാക്കിയുള്ളവൻ്റെ ലൈഫ് കണ്ടിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഒരു അവസ്ഥയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രെസ്സും ഡിപ്രഷനൊക്കെ കൂടുന്ന ഒരു സമയത്ത് ആൾക്കാർക്ക് പീസ് കിട്ടാൻ വേണ്ടിയിട്ട് പല വഴികളിലൂടെ ആൾക്കാർ സഞ്ചരിക്കും. അപ്പം അതിൽ ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടിയത് ചിലപ്പോൾ ഇങ്ങനെയുള്ള മ്യൂസിക്കും ഇങ്ങനെയുള്ള ഒരു സ്പിരിച്വൽ ചിലപ്പോൾ പ്ലേസസിൽ പോകുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആക്ടിവിറ്റീസ് കൂടുതൽ ചെയ്യുമ്പോൾ ഒരു സസ്റ്റൈനബിളായിട്ട് സമാധാനം കിട്ടുന്ന ഇതാണെന്ന് ആൾക്കാർക്ക് കൂടുതൽ ഫീൽ ചെയ്ത് തുടങ്ങിയത് കൊണ്ടാകാം ഇതിലേക്ക് ആൾക്കാർ കൂടുതൽ അട്രാക്റ്റ് ആകുന്നതെന്ന് തോന്നുന്നു. കാര്യം നമുക്ക് അല്ലേ, എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ ഇതിൻ്റെ പ്രസൻറ്റേഷനും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈയിടെയായിട്ട് വരുന്ന പ്രസൻറ്റേഷൻ്റെ ക്വാളിറ്റി ഭയങ്കര ക്വാളിറ്റിയാണ്. അവർ അതിനുവേണ്ടി നല്ലതായിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇവൻ ഇപ്പോൾ ഈ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലുള്ള ഗിറ്റാർ വായിച്ചുള്ള സിബ്ലിങ്സിൻ്റെ അത് വിഷ്വൽസും അതിൻ്റെ കാണാനുള്ള ഒരു പ്രസൻറ്റേഷൻ സ്റ്റൈല്, സ്മൈലിങ്, കൺവേ ചെയ്യുന്ന രീതി, ആൾക്കാരെ കൊണ്ട് പാടിപ്പിക്കുന്നത്, അവരുടെ സംസാര രീതി ഭയങ്കര പൊളൈറ്റും ഭയങ്കര ആൾക്കാരെ ഞാൻ കണ്ടിരുന്നു. ന്യൂ ഇയറിന്റെ സമയത്ത് ഒരു റേവ് പാർട്ടിയിൽ മറ്റേ ശിവതാണ്ഡവ ഞാൻ കണ്ടിരുന്നു. അതെ, ബേസിക്കലി അതാണ്, ആരെങ്കിലും ഇൻസ്പയർ ചെയ്യണമല്ലോ. അവർക്ക് കേൾക്കുമ്പോൾ ഇത് എനിക്ക് ഏറ്റുപാടണം തോന്നുന്നു, എനിക്ക് ഇതേപോലെ ആവണം തോന്നുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ആ ഒരു വൈബ് ആസ്വദിക്കാൻ ഇതില്ലാത്തവരും വരും, ആസ്വാദകരും വരും അല്ലേ. ചിലർ പാടുന്നവരാണ്, പിന്നെ ആസ്വാദകരും കൂടെ കൂടുന്നു വിചാരിക്കും. നിങ്ങളുടെ ഗ്രോയിങ് അപ്പ് ഇയേഴ്സിലൊക്കെ ഭജൻ നിങ്ങളുടെ ഭാഗമാണല്ലോ അല്ലേ? നിങ്ങളുടെ ഒരു സ്വഭാവം രൂപീകരണത്തിന് ഇത് എങ്ങനെയാണ് റിവേഴ്സ്ലി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഫോർമേഷനിൽ ഭജൻസ് എങ്ങനെയാണ് പ്ലേ ഔട്ട് ചെയ്തത്? ഹ്യൂജ് പാർട്ടാണ് അത് ഞങ്ങളുടെ ലൈഫ് തന്നെ ചിലപ്പോൾ ഞങ്ങളെ ഫോം ചെയ്തേക്കുന്നത് ഈ ഭജൻ എന്നുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. തീർച്ചയായും പറഞ്ഞില്ലേ വരണ വഴി നവീൻ പറഞ്ഞ കേസ് ഏതാ ഓരോരുത്തർ സംസാരിക്കുന്ന രീതി അതെ അതെ നമ്മൾ ഡിസ്കസ് ചെയ്തു. വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരാൾ കമന്റ് ചെയ്ത, ഹരീഷ്ണനെ കുറിച്ച് കമന്റ് ചെയ്ത, ഇവരുടെ മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഫ്രണ്ടാണ്. പുള്ളി തന്നെ പറഞ്ഞു ഹരീഷ്ണനിലൊക്കെ ഭയങ്കര മാറ്റമാണ് സംസാര രീതിയും അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ടിരുന്ന പണ്ടുണ്ടായിരുന്ന രീതിയെല്ലാം ഭയങ്കര കുറച്ച് ആള് റിസർവ്ഡ് ആയിരുന്നു. പക്ഷെ ആൾക്കാരോടൊക്കെ ഇന്ററാക്ട് ചെയ്യാനും സംസാരിക്കാനും അത് ശരിക്കും ആ രീതികളൊക്കെ മാറ്റം വന്നു എന്ന് പറഞ്ഞത്. പിന്നെ ഞങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ ഈ നമ്മളിനി പണ്ട് ഓർക്കുന്നു ഒരു സിനിമ കാണാൻ പോയിട്ട് നമുക്ക് ഫിലിം ഞാനും പ്രവീണുമായിരുന്നു എനിക്ക് മറ്റേ തിരുനക്കരയിൽ. എന്നിട്ട് അവിടെ ഇരുന്നൊരു പടം മോശമായി, നമുക്ക് എന്താണെങ്കിലും പടം കണ്ട ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് നമ്മൾ ഭജന നമ്മൾ പോയതൊക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് അതിനോടായിരുന്നു. അപ്പോൾ അത് തന്നെ. അപ്പോൾ പല സാഹചര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് വഴിക്ക് വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ അകത്തായിരുന്നു ഞങ്ങൾ കൂടുതൽ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചകൾ കൂടുതൽ ഇതിൻ്റെ അകത്തായിരുന്നു, ഭജനകൾ എന്നുള്ള രീതിയിലായിരുന്നു ചർച്ച. അപ്പം നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഒക്കെ പറയും. നീയൊക്കെ പുതിയ വന്നല്ലോ, എന്തെങ്കിലും സംസാരിക്കും. എന്താണ് ഇപ്പം നീ ഇപ്പോൾ വന്നു കഴിയുമ്പോൾ എന്താണ് നിൻ്റെ തിങ്കിങ്? അതല്ല നിനക്ക് എന്താണ് നിന്റെ വ്യത്യാസം, നിന്റെ പേഴ്സണൽ നിന്റെ പേഴ്സണൽ ചേഞ്ചസ്? സന്തോഷം. അതെ, ഇപ്പൊ ഒരു ആൾക്കാരൊക്കെ ആയിട്ട് ഞാനങ്ങനെ അധികം മിണ്ടാത്ത ഒരാളായിരുന്നു. ഇപ്പൊ തന്നെ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട് ആൾക്കാരൊക്കെ ആയിട്ട്. ഇച്ചിലൂടെ ഇദ്ദേഹത്തിന് ചിന്ന മുരുകന്റെ മെയിൻ ആളായിട്ടാണ് പറയുന്നത്. അതെ, ചിന്ന മുരുകയുടെ പലർക്കും എന്റെ നെയിം പോലും അറിയത്തില്ല. മുരുക എന്നാണ് എന്താ ശരിക്കും പേര്? അഭിജിത്ത് എന്നാണ്. ആ പാട്ട് പാടാണ്. കൊല്ലാനായിട്ട് പടി പാലും തേനഭിഷേകവും ഭക്തർകളിക്കാവടിയും
ഭക്തர்களின் காவடியும் பார்ப்பவர்கள் உள்ளமெல்லாம் பழங்கிரி தேவனாகி சின்ன சின்ன முருகா முருகா சிங்காரே முருகா சின்ன முருகா முருகா சிங்காரே முருகா சின்ன 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 ஆ சின்ன ஓ சின்ன 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 ஆ சின்ன ஓ சின்ன சின்ன முருகா முருகா சிங்காரே முருகா சின்ன சின்ன முருகா முருகா சிங்காரே മുരുകാ. നിങ്ങൾക്ക് തന്നെ ഇപ്പോ ഇഷ്ട ദൈവങ്ങൾ പലർക്കും പലതായിരിക്കില്ലേ, അങ്ങനെ അതനുസരിച്ച് പാടാറുണ്ടോ അതോ എല്ലാവരും എല്ലാ പാട്ടും ഒരുപോലെ പാടുകയാണോ ചെയ്യുക? അങ്ങനെ ഇല്ല. നമ്മൾ ആ അമ്പലം ഇപ്പൊ ഏത് അമ്പലത്തിലാണോ പ്രോഗ്രാം അവിടുത്തെ പ്രതിഷ്ഠ ഏതാണോ അപ്പൊ അതിനനുസരിച്ചുള്ള പാട്ടുകളായിരിക്കും ചിലപ്പോൾ ആദ്യം പാടാറുള്ളത്. നമ്മുടെ പേഴ്സണൽ ചില നമ്മുടെ ഇഷ്ട ദൈവങ്ങൾ ഉണ്ടാവുമല്ലോ ചിലർക്ക് ചിലത്, അപ്പൊ അത് പാടുമ്പോൾ കുറച്ചുകൂടി നമ്മൾ കണക്ട് ആവുന്ന പോലെ അങ്ങനെ ഉണ്ടോ അതോ എല്ലാ പാട്ടുകളും ഒരുപോലെ? കൂടുതല് സോങ്സ് ബേസ് ചെയ്തിട്ടാന്ന് തോന്നുന്നല്ലേ, ഓരോരുത്തര് ഓരോ സോങ്സിൽ അവര് എക്സൽ ചെയ്യുന്ന സോങ്സ് ഉണ്ട്, അതാണ് കൂടുതൽ ഓരോരുത്തർ സെലക്ട് ചെയ്യുന്നത്. അവർക്ക് പെർഫോം ചെയ്യാൻ കപ്പാസിറ്റി. എൻജോയ് ചെയ്യുന്നത് പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്യും. അദ്ദേഹം പാടിയപ്പോൾ മുരുകൻ പാടിയതിന് ആ ഒരു ടെമ്പറാട്ടറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതാണോ അതോ നാച്ചുറൽ ആണോ? ഓരോരുത്തർക്കും ഓരോ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കാണ്. അപ്പോൾ അത് നമ്മൾ ഒരാളുടെ ഏറ്റവും കോർ കോമ്പറ്റൻസി ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഏതാണോ അയാളെ അതിൽ ബെസ്റ്റ് ആക്കി നമ്മൾ നോക്കും. അപ്പം ബാലൻസ് ചെയ്യാൻ നോക്കും. ഇപ്പം എൻ്റെ എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക് എനിക്ക് പറ്റത്തില്ലായിരിക്കും, അല്ല എല്ലാ സ്റ്റൈൽ ഓഫ് മ്യൂസിക് ഇവന് പറ്റില്ലായിരിക്കും, അല്ല അബിക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അവർക്ക് എന്താണോ പറ്റുന്നത് അത് കൂടുതൽ നമ്മളത് എൻഹാൻസ് ചെയ്യും. അപ്പോഴാണല്ലോ നമ്മൾ ആ ഒരു ടീമിൻ്റെ വർക്ക് അങ്ങനെയല്ലേ വരുന്നത്. ഇപ്പം ശ്രീലാൽ എന്ന വിരുത്തങ്ങൾ നല്ല രസമായിട്ട് പാടും. ഇപ്പോൾ കൂടുതൽ വിരുത്തങ്ങൾ ഞങ്ങൾ ശ്രീലാലിനെ ഫോക്കസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഇപ്പം സിയാപതി പോലെയുള്ള അല്ലെങ്കിൽ കിത്തി സുകുമാര പോലുള്ള പാട്ടുകൾ കൂടുതൽ അങ്ങനത്തെ പാട്ടുകൾ ഞാനായിരിക്കും ചിലപ്പോൾ കൂടുതൽ പാടുന്നത്. അപ്പോൾ ഇപ്പം അങ്ങനെ ഇപ്പം മനു കുറച്ചുകൂടെ കർണാടക കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള കുറച്ചുകൂടെ ഒരു അങ്ങനെയുള്ള കുറച്ചുകൂടെ ഉള്ള പാട്ടുകൾ മനു നല്ല രസമായിട്ട് പാടും. പ്രവീണും ആ ഒരു സ്റ്റൈൽ ഓഫ് മ്യൂസിക്, മനു ആൻഡ് പ്രവീൺ കുറച്ച് സ്റ്റൈൽ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു ബാലൻസ് ചെയ്യുന്നത്, ടോട്ടൽ ടീമിനെ ബാലൻസ് ചെയ്യുന്ന ഓരോ ആൾക്കാർ. അപ്പം നമ്മൾ അങ്ങനെ പാട്ടിൻ്റെയും അവരുടെ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൻ്റെയും ബേസിസിലാണ് നമ്മൾ പാട്ട് ചൂസ് ചെയ്യുന്നത്. കെമിസ്ട്രി ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാനും കേൾക്കാനും ഒക്കെ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇറ്റ്സ് അബൌട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനകത്ത് അതിപ്പോൾ കോൺട്രവേഴ്സി ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഈ പരമപവിത്രമായ ആ പാട്ട് ഗണഗീതം എന്ന് പറയുന്ന പാട്ട് അത് പാടിയ പല അമ്പലങ്ങളിലും അത് പാടണ്ടെന്ന് പറഞ്ഞ് ഒരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ടായിരുന്നു. അതല്ലാണ്ട് തന്നെ ആരൊക്കെ എവിടെ പാടുമോ അതിനൊരു കൗണ്ടർ നെറേറ്റീവ് ഉണ്ട്. ആ പാട്ടിന്റെ ഭംഗിയേക്കാളും കൂടുതൽ അത് ഗണഗീതമാണെന്ന ഒരു ദാറ്റ് ഈസ് മോർ ഫേമസ് അബൌട്ട് ദാറ്റ് സോങ്. നിങ്ങൾ ആ ഒരു പാട്ട് പാടിയ വീഡിയോ പലയിടത്തും വൈറലായിട്ടുണ്ട്. ഈ പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ഗ്രൂപ്പാണ് അത് ആക്കിയത്. പക്ഷെ ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു ഫോർമാറ്റിൽ ആ പാട്ട് കേൾക്കാറില്ല. ഇത് പണ്ട് നമ്മൾ എനിക്ക് തോന്നുന്നു ആ കണ്ട വീഡിയോ ദുബായിൽ അലൈനിലൊരു പ്രോഗ്രാമാണ്. അത് അലൈനിൽ തന്നെയാണ്, അത് നാട്ടിലല്ല, അത് അലൈനിൽ അവിടെ കണ്ടക്ട് ചെയ്ത പ്രോഗ്രാമിൽ അവർ റിക്വസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പാടിയ പാട്ടാണ് ഗണഗീതം പാടിയത്. അപ്പം അത് ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ റീസൺ തന്നെ നമുക്ക് എല്ലാവരും നമുക്കുണ്ട്, നമ്മളെ ലിസണേഴ്സ് എല്ലാവരുമാണ്. അപ്പം ഈ വരുന്ന ആൾക്കാർ തമ്മിൽ അവിടെ വന്നിട്ട് ഇതിൻ്റെ പേരിൽ അടി ഉണ്ടാക്കാനായിട്ട് നമുക്ക് താല്പര്യപ്പെടുന്നില്ല. അപ്പം ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളുടെ അങ്ങനെയുള്ള അജണ്ടകൾ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ കുത്തിക്കയറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ ചിലപ്പോൾ അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ രണ്ട് കാര്യം നിൽക്കുമ്പോഴത്തേന് നമ്മൾ അങ്ങനെയുള്ളൊരു ഫ്രിക്ഷനുള്ളൊരു കാര്യത്തെ നമ്മൾ എന്തിനാണ് വെറുതെ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പോലും എടുത്ത് വെക്കുന്നത് എന്നുള്ളൊരു തിങ്കിങ് ഞങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ വരുന്ന ഭജന, അപ്പോൾ ഭജനയായിട്ടുള്ള പാട്ടുകൾ തന്നെ നമുക്ക് പാടാം. അപ്പോൾ അതിൻ്റെ അകത്ത് ആർക്കും പ്രശ്നം ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഉള്ളിലുള്ളവർക്കും അങ്ങോട്ടും ഫ്രിക്ഷൻ ഉണ്ടാക്കേണ്ട ഒരു കാര്യങ്ങളും ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞങ്ങളതെല്ലാം അങ്ങനെ പാടാത്തത്, അവോയ്ഡ് ചെയ്തു. അങ്ങനെയൊന്നുമല്ല. ഇനിയിപ്പോൾ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ പാടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാളെ ഇപ്പോൾ പാടാം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷേ ഇപ്പം തൽക്കാലം അത് വേണ്ടെന്ന് വെച്ചതിൻ്റെ റീസൺ അതാണ്. കോൺഷ്യസ് ആയിട്ടുള്ളൊരു മൂവാണ്.
കോൺഷ്യസ് ആയിട്ടൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ നമുക്ക് എല്ലാ ആൾക്കാരും ഞങ്ങളെ കാണുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളെ കേൾക്കാൻ വരുന്ന ആൾക്കാർ ഒരു സെപ്പറേറ്റ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ മാത്രമാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സിങ്, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരും വരുമ്പോഴത്തേനും ഈ വരുന്ന ആൾക്കാർ തന്നെ അവിടെ വന്നിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാവും. അവർ തമ്മിൽ ചിലപ്പം എന്തെങ്കിലും ഒരു വാഗ്വാദം ഉണ്ടാവും, ഒരു ജൈവിളി ഉണ്ടാവും, അതിൻ്റെ പേരിൽ ചിലപ്പോൾ ഒരു ഫൈറ്റ് ഉണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻ നമ്മളുണ്ടായി ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. സോ ലെറ്റ്സ് അവോയ്ഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ബാക്കി പല ഗ്രൂപ്പ്സും അത് പാടാറുണ്ട് ഇപ്പോഴും. മാഘമേളയിൽ പ്രശാന്ത് ജി തന്നെ പാടിയിട്ടാണ്. ഹെയർ ചോയ്സ് അല്ലേ? അതിലൊന്നും ഞങ്ങൾ കമന്റ് ചെയ്യുന്നില്ല. ദാറ്റ്സ് ദെയർ ചോയ്സ്. അത് വേറെ ഏതെങ്കിലും പാട്ടുകൾ ഇതുപോലെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? പാടിക്കൊണ്ടിരുന്ന പാട്ടുകൾ വേണ്ടാന്ന് വെച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടോ? ഇല്ല, പാടാൻ പറ്റാത്ത കുറേ പാട്ടുകളുണ്ട്, അതൊക്കെ പാടണമെന്നുണ്ട്. അല്ലാണ്ട് വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമില്ല. സ്കെയിലിംഗ് അപ്പ് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ? പറഞ്ഞിപ്പോ നമ്പേഴ്സ് കുറയ്ക്കാനാണ് പ്ലാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ കുറച്ചുകൂടി മ്യൂസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി നിങ്ങളുടെ ക്വാളിറ്റേറ്റീവ്ലി ഇംപ്രൂവ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അതെ അതെ, അതാണ് പ്ലാൻ. അതാണ് ട്രെൻഡ്. ഇപ്പോൾ ഭജന എന്ന് പറഞ്ഞപ്പോൾ ഒരു പീക്ക് ട്രെൻഡിൽ നിൽക്കുകയാണ്. ഇതെന്തെങ്കിലും ഓബ്വിയസ്ലി ഒരു ട്രെൻഡ് ആകുമ്പോൾ അത് താഴെയും പോകുമല്ലോ. അപ്പോൾ ആ താഴെ പോകുന്ന സമയത്തെ കുറിച്ച് നിങ്ങളുടെ ഒരു അക്സെപ്റ്റൻസിനെ കുറിച്ച് അത് തിങ്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പ്രോഗ്രാം കുറച്ചിട്ട് ഞങ്ങൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്ത് നോക്കുന്നത്. നമ്മൾ അതാണ് ഈ ഇത് ട്രെൻഡ് എന്നുള്ള സാധനത്തിനെ അത് ഒഴിവാക്കി, അത് ഒരിക്കലും ട്രെൻഡായിട്ട് മാത്രം മാറാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതൊരു മുന്നോട്ട് എപ്പോഴും ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവണം. മൂവ്മെൻറ്റ് എന്നുള്ളതിന് ആ ഒരു മ്യൂസിക്, ഈ ഒരു കൈൻഡ് ഓഫ് ആർട്ടിന് കൂടുതൽ സപ്പോർട്ട് ഇനി കൂടി വന്നുകൊണ്ടിരിക്കട്ടെ. പിന്നെ ഞങ്ങളുടെയും ടെറിട്ടറി വലുതാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ടെറിട്ടറി ഇൻ ടേംസ് ഓഫ് കേരളം മാത്രമല്ല, ഇനി ടു നമുക്ക് വലിയ ആൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഓഡിയൻസിനെ വേണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഇനി ബിയോണ്ട് കേരള തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കൈൻഡ് ഓഫ് പാട്ടുകൾ ഞങ്ങളുടെ തന്നെ പ്രൊഡക്ഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതും ഒക്കെ. അപ്പം അത് അങ്ങനെ ആഗ്രഹിക്കുന്നു. ഇപ്പം ഇത്രയും ഫ്രഷ്നെസ് ഇല്ലാതെ വരുമ്പോഴാണ് ട്രെൻഡ് പോവുക അല്ലേ? അതെ, നമ്മൾ ഒരേ കാര്യം ഒരേ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ശരിയാണ്, താഴ്ത്തോട്ട് വരും. പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക, ആൾക്കാരെ കൂടുതൽ എൻഗേജ് ചെയ്യിക്കുക, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഒബ്വിയസ്ലി ക്വാളിറ്റി പ്രസന്റേഷൻ തന്നെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഒരേപോലെ ഡ്രസ്സിംഗ് ഇപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഡിസൈൻസ് ഓഫ് യുവർ ഡ്രസ്സസ് ആർ ഓൾസോ ഗെറ്റിംഗ് ഫേമസ്. മറ്റേ ഷർട്ട് ഡിസൈൻസ് ആർ ഗെറ്റിംഗ് പോപ്പുലർ. ഒരു കോൺഷ്യസ് മൂവ് ആയിരുന്നു. അതെ, അത് ഞങ്ങൾ ഭജൻ കണക്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ യുണീക്കായിട്ട് ഞങ്ങളുടെ ബേബിയെ യുണീക്ക് ആക്കണം എന്നുള്ള രീതിയിൽ ആ രീതിയിൽ ഇപ്പോൾ ഡിസൈൻ ചെയ്യുന്ന എൻ്റെ വൈഫാണ്. ആദ്യം നേരത്തെ ഞങ്ങളുടെ ജയ്പൂരുള്ള ഡിസൈനേഴ്സ് ഉണ്ട്. ആ വീഡിയോ ഒക്കെ ഇട്ടത് അന്ന് ജയ്പൂർ അവിടെ പോയി കണ്ടിട്ടാണ് ഞങ്ങൾ ജയ്പൂർ പോയി. ഞങ്ങളുടെ ഡിസൈൻ അവിടെ ഒരാളെ ഞങ്ങൾ പ്രൊഡക്ഷൻ യൂണിറ്റ് കണ്ടെത്തി, അവരെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്യിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര, ഒന്നായ നിന്നെ രണ്ടെന്നു കണ്ടുള്ളൊരിണ്ടലുകൾ പോക്കുന്ന യാത്ര, താൻ നിരന്തരം ചെയ്തോരു കർമ്മഫലദോഷങ്ങൾ തീർക്കുന്ന യാത്ര, മോക്ഷമലയാത്ര, ബ്രഹ്മമലയാത്ര, കഠിനതരമായൊരു ഹഠയോഗയാത്ര. സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ, സ്വാമിയേ ശരണം ശരണമയ്യപ്പ. മച്ചകത്തമ്മയേക്കാൾ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര, മച്ചകത്തമ്മയേക്കാൾ തൊട്ടു വന്ദിച്ചു മകനെ തുടങ്ങു നിൻ യാത്ര. അദ്വൈത വേദാന്ത ചിന്തതൻ വഴിയിലൂടാദ്യന്തമില്ലാത്ത യാത്ര, ഒരറിവില്ല പൈതലിൻ യാത്ര.
സ്വാമിയേ ശരണം ശരണമയ്യപ്പ സ്വാമിയേ ശരണം ശരണമയ്യപ്പ സ്വാമിയേ ശരണം ശരണമയ്യപ്പ സ്വാമിയേ ശരണം ശരണമയ്യപ്പ.